ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീ. ഇന്ന് ഞാൻ ഷോപ്പ് കഴിഞ്ഞ് വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നത് കാണിച്ചു തന്നാലോ. ഞാൻ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. ഞാൻ വന്ന പാടെ ഫസ്റ്റ് ഇവർ രണ്ടുപേരെയും കാണുന്നത്. ഇവർ രണ്ടും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. നല്ല രസമായിട്ട് ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരാളുണ്ടാകുന്നത് ഈ അമ്മയാണ്. എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഇവനാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് രണ്ട് പേരിലൊരാൾ, ഓറിയോ. ഭയങ്കര കുറുമ്പാണ് കേട്ടോ ഇവന്. ഭയങ്കര കുറുമ്പാണ്, പക്ഷെ നല്ല സ്നേഹമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ബീഗിളാണ് ബ്രീഡ്. അതുകൊണ്ട് തന്നെ നല്ലോണം ഫുഡ് കഴിക്കും. ഭയങ്കര ഫുഡ് ഒതിയനാണ്. അപ്പം ഞങ്ങൾ ഓറഞ്ച് തിന്നു കണ്ടിട്ട് അവനും വേണമെന്ന് പറഞ്ഞ് ഏട്ടൻ കൊടുക്കുകയാണ് കേട്ടോ ഓറഞ്ച്. അവനും കൊടുത്തു, ജയ്ക്കും കൊടുത്തു. ജയ എന്ന് പറയുന്നത് രാജപാലിയാണ് കേട്ടോ നമ്മുടെ ബ്രീഡ്. ഭയങ്കര രസമാണ് അവനെ കാണാൻ വേണ്ടി. എന്തൊരു സോഫ്റ്റ്, എന്തൊരു ക്യൂട്ട്, ഭയങ്കര നിഷ്കളങ്കമാണ് അവൻ്റെ മുഖത്ത് എപ്പോഴും. അവനങ്ങനെ എല്ലാം അങ്ങനെ കഴിക്കില്ല കേട്ടോ. അവന് ഭയങ്കര സെലക്റ്റീവാണ് ഫുഡിലൊക്കെ. അവന് വേണ്ടത് മാത്രമാണ് അവൻ കഴിക്കൽ. ഞാൻ ഓറഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒറ്റയ്ക്കിരുന്ന് പോകുന്നു എനിക്ക് വരാണ്ട്. എന്നിട്ട് ജയ്ക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല നേരത്തെ അവൻ ഭയങ്കര പിക്കിയാണെന്ന്. അപ്പോൾ അവനത് ചമച്ച് നോക്കി, അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് അവൻ തുപ്പിക്കളഞ്ഞ്. ഭയങ്കര ചാട സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഞാൻ നേരെ വിഷമമുണ്ട് വീട്ടിൽ പോയി ഫ്രിഡ്ജ് നോക്കിയപ്പോൾ ഏട്ടൻ വാങ്ങിച്ചെന്ന് ജിലേബി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് തിന്നാം എന്ന് വിചാരിച്ചു. അങ്ങനെ ജിലേബി തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ മധുരക്കിഴങ്ങ്, രാവിലെ അമ്മാവൻ കണ്ടെത്തുനിന്ന് കൊണ്ടുവന്ന മധുരക്കിഴങ്ങ് ഉണ്ട്. അപ്പോൾ ചായയും കുടിച്ചിട്ട് ചാടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി. അപ്പുറത്തെ വീട് പറയുമ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ആകുമ്പോൾ TV ഒക്കെ കണ്ടിട്ട് നമുക്ക് സിനിമയൊക്കെ കണ്ടിട്ട് നമുക്ക് ചാടിക്കാം. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരാൾ കാലും വെച്ച് സിനിമ വെക്കുന്നത്. ഞങ്ങൾ ഡ്രാഗനാണ് കേട്ടോ കണ്ടത്. ഡ്രാഗൻ നെറ്റ്ഫ്ലിക്സിലാണ് ഡ്രാഗൻ കണ്ടത്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സിനിമ. ഇങ്ങനെ സിനിമയൊക്കെ കണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ വെച്ച് കുളിക്കാൻ പോകുന്ന വഴിക്കാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളെ കണ്ടത്. അങ്ങനെ കുളിച്ച് ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് പല്ലൊക്കെ തേച്ചു. ഇതെൻ്റെ മൈഗ്രെയിനുള്ള മരുന്നാണ് കേട്ടോ. എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയ ഒന്നാണ് മൈഗ്രെയിൻ. എനിക്കുണ്ട്, ചേച്ചിക്കുണ്ട്, അമ്മക്കുണ്ട്. അങ്ങനെ ഞാൻ ഈ ഇടയ്ക്ക് കാണിക്കാൻ പോയപ്പോൾ ഡോക്ടർ ഒന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിപ്പം തുടർച്ചയായിട്ട് അത് കഴിക്കുന്നുണ്ട്. ഒരു 2 മന്താണ് എന്നോട് കഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു കിടക്കാം, എന്തായാലും ഒരു 9:45 കിടക്കാം. ബെഡൊക്കെ റെഡിയാക്കണമെങ്കിൽ ഇങ്ങനെ ബെഡിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നത് ഒരിക്കലും ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ബെഡിൽ ഞാൻ ഒരിക്കലും കിടക്കില്ല. അത് ഭയങ്കര നീറ്റായിരിക്കണം. ആ അറ്റത്ത് കാണുന്നില്ലേ, അതെൻ്റെ ബുക്സാട്ടോ. ഞാൻ ഇങ്ങനെ തോട്ട്സൊക്കെ എൻ്റെ ഒരു ബുക്സ് ഞാൻ എൻ്റെ നിയറായിട്ട് എപ്പോഴും വെക്കാറുണ്ട്. അങ്ങനെ ഒരു തലേണയുടെ കൂട്ടത്തിൻ്റെ നടുക്കിലാണ് ഞാൻ കിടക്കൽ. എനിക്ക് ഉറങ്ങുകയാണെങ്കിൽ ഇത്രയും തലേണയുടെ ആവശ്യമുണ്ട്. നിങ്ങളാരും കണ്ട് ഞെട്ടൊന്നും വേണ്ട. ഇതെൻ്റെ ഡെയിലി ഉള്ള ഒരു പരിപാടിയാണ്. ഇത്രയുള്ള തലേണ നടുക്ക് കിടന്നിട്ട് വേണം എനിക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ കിട്ടും. പിന്നെ വെള്ളം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ എന്തൊക്കെ കോപ്രായങ്ങൾ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങളാരും മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അതൊന്നും വെറുതെ ക്യൂട്ട്നെസ് വാരി വിതറുന്നതാണ്. പിന്നെ ഞാൻ സ്കിൻ കെയർ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി എന്തൊക്കെ ചെയ്തെങ്കിലും എത്രയൊക്കെ പരിപാടി ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ഞങ്ങൾക്കത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ ഇടയ്ക്ക് വിളിക്കുന്നത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ ജോലി കഴിഞ്ഞിട്ട് വന്ന് വിളിക്കുകയാണ്. അച്ഛൻ ഇവിടെ ഇല്ല. അപ്പോൾ തിരക്കാന്നൊക്കെ പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ എന്താ പറയുന്നത്, സ്കിൻ കെയർ എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യണം നിർബന്ധം പിടിച്ച് എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. കുറച്ചായിട്ടേ ഉള്ളൂ. അതിൻ്റെ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിൻ കെയർ എന്നൊരു റൊട്ടീന് റിപ്പീറ്റായിട്ട് ചെയ്യാൻ, ഒരു ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ ഇങ്ങനെ കുറേ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ ഞാൻ വീഡിയോസിൽ കണ്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം വന്നാൽ 6 മണിക്കാണ് ഞാൻ ഷോപ്പ് എടുക്കുക. അങ്ങനെ വന്നിട്ട് തമ്മിൽ എൻ്റെ ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ. അടുത്ത വീഡിയോയിൽ നിന്ന് കാണുന്നവരെ ബൈ.